പാർട്ടികൾക്ക് അമേരിക്കൻ ബാന്ധവം. അമേരിക്കൻ എംബസി ജൂലൈ 17 പുറത്തുവിട്ട ഡെമോൺസ്ട്രേഷനിൽ ഇത് ഉൾപ്പെടുത്തി. ഇതോടെ ബംഗ്ലാദേശ് മോഡൽ ആസൂത്രിത നീക്കം പാറ്റ സമരത്തിന് പിന്നിലുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. ഭാരതത്തിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് സമരങ്ങളെയും പ്രകടനങ്ങളെയും പറ്റിക്കൊടുക്കുന്ന ഒരു മുൻകൂർ അറിയിപ്പാണ് അമേരിക്കൻ എംബസി പുറത്തുവിടുന്ന ഡെമോൺസ്ട്രേഷൻ അലേർട്ട്. അതിൽ 20-ാം തീയതി റോഡിൽ ഭീമമായ സംഖ്യയിൽ പ്രകടനക്കാരെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ കർഷക സമരത്തിനെ പറ്റിയും പറയുന്നുണ്ട്. സമരവുമായി എത്തിയ കർഷകരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തടയുകയും സർക്കാർ നടത്തിയ ചർച്ചകളെ തുടർന്ന് താൽക്കാലികമായി സമരം നിർത്തുകയുമായിരുന്നു. ഈ സമരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അമേരിക്കൻ എംബസി പങ്കുവച്ചത് സംശയത്തിന് ഇട നൽകിയിട്ടുണ്ട്. പാറ്റ സമരത്തിന് പിന്തുണയുമായി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നതും സംശയങ്ങൾക്ക് കരുത്ത് പകരുകയാണ്. ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയായിരുന്നെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ ചാരസംഘടന ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെ വിലക്കെടുത്തെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ പാറ്റ സമരത്തിന് ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന പിന്തുണ പലവിധ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. CAA സമരകാലം മുതൽ ചില ജിഹാദി സംഘടനകൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രചാരണം പാറ്റ സമരത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം അക്രമവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായവരുടെ സംഘടനാ ബന്ധങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ഖാലിസ്ഥാൻ ജിഹാദി ബന്ധത്തിലാണ് വിവരശേഖരണം. ജനം, ഡൽഹി.